കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജയിൽ അർപ്പിക്കാനിരുന്ന പൂക്കൾക്കിടയിൽ നിന്ന് മുടി കണ്ടെത്തിയതോടെ എല്ലാവരും ഞെട്ടലോടുകൂടി നിൽക്കുവാണ്ടോ ആ കാഴ്ച കണ്ടിട്ട്. ഈ സമയത്തായിരിക്കും സുമിത്ര പെട്ടെന്ന് കീർത്തിയുടെ മുടി മുറിഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. അമ്മേ, ദേ ഇത് കണ്ടോ, കീർത്തിയുടെ മുടി മുറിഞ്ഞു കിടക്കുന്നത്. അന്നേരം മുത്തശ്ശി കീർത്തിയോട് ചോദിക്കണേ, ഓ അത് ശരി, അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ പണം തന്നെയായിരുന്നല്ലേ? മനഃപൂർവ്വം പൂജ തടസ്സപ്പെടുത്താനായിരുന്നല്ലേ അമ്മയുടെ മകളുടെ ഉദ്ദേശം? അയ്യോ മുത്തശ്ശി, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. അമ്മേ, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഇവിടെ എന്തൊരു മായാജാലം നടക്കുന്നുണ്ട്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല മുത്തശ്ശി. അന്നേരം നിർമ്മലം പറയുന്നുണ്ട്, അമ്മേ എനിക്കുറപ്പാ അവളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു തെറ്റ് വന്നിട്ടില്ല. ഇതിൽ മറ്റെന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട്. തിരുമേനി, എന്താ ഇതിനൊരു പരിഹാരമുള്ളത്? അന്നേരം തിരുമേനി പറയണേ, അമ്മ ആവർത്തിച്ച അതേ തെറ്റ് തന്നെയാണ് മോളും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ അനുഭവിക്കുന്നത് പോലെ ഇതേ പൂജ മകളും ചെയ്യണം. അന്നേരം ഉദയം പറയണേ, അതൊന്നും വേണ്ട, എൻ്റെ മോളിതൊന്നും ചെയ്യണ്ട. അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മോളിതൊന്നും ചെയ്യണ്ട മോളെ. അന്നേരം മുത്തശ്ശി പറയണേ, ഉദയ ഇന്ന് രാത്രി തന്നെ ഭാര്യയും മകളെയും കൂട്ടി ഉദയനെ കളരിക്കലിനെ പുറത്തു പോകണോ? എന്താ അത് ചെയ്യണോ ഞാൻ? അന്നേരം ഉദയം പറയണേ, അല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം. മോളെ, നീ ഇവർ പറഞ്ഞ പോലെ പൂജകളെല്ലാം ചെയ്യണം. നമുക്ക് നമ്മുടെ കുടുംബമല്ലേ വലുത്. കുടുംബത്തിലെ ദോഷം മാറാൻ വേണ്ടി നമ്മൾ കുറച്ച് ത്യാഗമൊക്കെ സഹിക്കണം. നിർമ്മലേ, നീ മോൾക്കത് പറഞ്ഞു കൊടുക്കും. അന്നേരം പൂജാരി പറയണേ, അങ്ങനെയാണെങ്കിൽ എത്ര വേഗം കുട്ടിയെ ഈറനെടുപ്പിച്ച് വേഗം കൊണ്ടുവരൂ. അന്നേരം മുത്തശ്ശി പറയണേ, നിർമ്മലെ കേട്ടില്ലേ പറഞ്ഞത്, ഇവളെ കൊണ്ടുചെല്ലി വേഗം. അങ്ങനെ നിർമ്മല കീർത്തിയും കൂട്ടി അവിടെ നിന്നും പോകുവാണ്. അത് കണ്ട സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് ഗാഥ കേട്ടോ. ഈ സമയം തിരുമേനി പറയുന്നുണ്ട്, പൂജ മുടക്കാനായിട്ട് ആരോ കൂടെ നിന്ന് തന്നെ കരിക്കൾ നീക്കുന്നുണ്ട്. അതിൻ്റെ ഈ കാണുന്ന ദോഷങ്ങളെല്ലാം മനസ്സർപ്പിച്ചുള്ള പ്രാർത്ഥനയും പൂജയിലുള്ള അർപ്പണബോധം അതൊന്നുകൊണ്ട് മാത്രമേ ഈ കഠിനമായ പരീക്ഷകളെല്ലാം അതിജീവിക്കാൻ പറ്റുള്ളൂ. അതെല്ലാം കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുമായിരിക്കും മുത്തശ്ശിയും സുമിത്രയും കൃഷ്ണയൊക്കെയും. പിന്നീട് കാണിക്കുന്നത് റൂമിൽ എന്തൊക്കെ ആലോചിച്ച് ആകെ ഡിസ്റ്റർബായിട്ട് നിൽക്കുന്ന നവീനയാണ് കേട്ടോ. ഈ സമയം മാണിക്കും അങ്ങോട്ടേക്ക് വരുക. ആ നവീൻ സാറേ, സാർ ഇവിടെ നിൽക്കുവാണോ? ഇന്ന് സർപ്പക്കവയിൽ പ്രധാനപ്പെട്ട പൂജ നടക്കുമല്ലേ? സാറിനും കൂടി ആ പൂജയിൽ പങ്കെടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകായിരുന്നില്ലേ? അന്നേരം നവീൻ പറയണേ, എന്തിനാ? ഇന്നവിടെ കഠിനമായിട്ടുള്ള പൂജകളല്ലേ നടക്കുന്നത്. കാതെ കൂടുതൽ കഷ്ടപ്പെടുത്താൻ പോകുന്നു. ഒരു അർത്ഥത്തിൽ അങ്ങനെ പറയുന്നതല്ലേ നല്ലത്. അതൊക്കെ ഞാൻ കണ്ടു നിൽക്കണോ? ഇപ്പം തന്നെ എന്തൊക്കെ കഷ്ടപ്പെടാതെ സഹിക്കുന്നത്. ഒരു നേരം മാത്രം ഭക്ഷണം, അത് പാലും പഴവും മാത്രം. ഒരു കീറപ്പാഴയിൽ താഴെ കിടന്നുറങ്ങുന്നു. ഇതൊക്കെ കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാണിക്കുഞ്ഞ്. എങ്ങനെയാണ് ഗാഥയെ പോലെ ഒരു പെൺകുട്ടി ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അയാളിൽ ഒരുപാട് മാറ്റമുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അത് കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല. അന്നേരം മാണിക്കുഞ്ഞ് പറയണേ, സത്യം പറയാലോ, ഗാഥ മഠത്തിന് കുറേ മാറ്റമുണ്ട്. പക്ഷേ ഗാഥ മഠത്തിന് മാറ്റത്തിനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സാറിൻ്റെ മാറ്റമാണ്. ഈ വിവാഹാലോചന വന്ന സമയത്ത് സാറിന് ഇത് വെറും ഒരു ബിസിനസ് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. സാറിൻ്റെ മനസ്സിൽ മുഴുവൻ ഗാഥ മഠത്തോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്, പ്രണയമാണ്. അന്നേരം നവീൻ പറയണേ, ഞാൻ പറയുന്നത് ശരിയാ മാണിക്കുഞ്ഞ്. എനിക്കിപ്പോൾ ഗാഥയില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റുന്നില്ല. അന്നേരം മാണിക്കുഞ്ഞ് നവീനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാം വെറും 41 ദിവസത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ. സാറിൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിക്ക് നിങ്ങളൊത്തുള്ള നല്ല സന്തോഷകരമായ ജീവിതവും നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ സ്വപ്നം കണ്ടല്ലേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരുടെ മനസ്സമാധാനത്തിന് ഈ പൂജകളെല്ലാം നടക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അതിനെ സാറായിട്ട് എതിർക്കാൻ നിൽക്കരുത്. 41 ദിവസം ഷഡെന്ന് പറഞ്ഞു തീരും. അതിനുശേഷം നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് വർഷങ്ങളൊക്കെ ഇല്ലേ? നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ ഒരു വലിയ കാലം തന്നെയല്ലേ മുമ്പിലുള്ളത്. അന്നേരം നവീൻ പറയണേ, ശരിയാ, അതോർത്തിട്ടാ ഞാനിതെല്ലാം സഹിച്ചു നിൽക്കുന്നത്. സത്യം പറയാലോ, ഞങ്ങളുടെ ജീവിതം ഇതുവരെ തുടങ്ങിയിട്ടില്ല. വിവാഹം കഴിഞ്ഞ് ഇത്ര നാൾ കാത്തിരിക്കേണ്ടി വരുന്നത് ഞങ്ങൾക്ക് മാത്രമായിരിക്കും. എല്ലാം നന്നായി നടക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞാനും. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന നവീനെ കാണിക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വീണ്ടും പൂജ നടക്കുന്ന സർപ്പക്കാവാണ്. അവിടെ ഗാഥ പൂജകളും മറ്റും ചെയ്യാനായിട്ട് അവിടെ താഴെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം ഈറനണിഞ്ഞ് കീർത്തിയും കൂട്ടി നിർമ്മല അവിടെ എത്തുവാണ്. അങ്ങനെ അവരോട് പൂജാരി അവിടെ ഇരുന്ന് പൂജകൾ തുടങ്ങാൻ പറയണേ. ഈ സമയം പൂജാരി പറയുന്നുണ്ട്, ഇനി എന്താണെങ്കിലും സർപ്പക്കാവിൽ ഇവർ മാത്രം മതി. നമ്മളെ വ്രതം എടുക്കാത്തവർക്കെല്ലാം ഇവിടെ നിന്നും പോകാം. അന്നേരം നിർമ്മല പറയുന്നുണ്ട്, ഉദയേട്ടൻ ഇവിടെ നിൽക്കട്ടെ. അത് പറ്റില്ല, വ്രതം എടുക്കുന്നവർ മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. വരൂ, എല്ലാവർക്കും പോകാം എന്നും പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം സർപ്പക്കാവിൽ ഗാഥയും നിർമ്മലയും കീർത്തിയും കൃഷ്ണയും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഈ സമയം നിർമ്മലയും കീർത്തിയൊക്കെ കണ്ണടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഗാഥയും കണ്ണടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്നേരം ഒരു സർപ്പം അവരുടെ മുമ്പിലേക്ക് എത്തുവാണ്. പെട്ടെന്ന് എന്തോ ഒച്ചയായിട്ട് ഗാഥ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് മുമ്പിൽ നിൽക്കുന്ന സർപ്പത്തിനെ. അത് കാണുന്നതും ഗാഥ അങ്ങലറി വിളിക്കുക, അയ്യോ പാമ്പ്. ഈ കാഴ്ച കൊണ്ട് കൃഷ്ണയും ആകെ ഞെട്ടി അവിടെ തരിച്ചു നിൽക്കുവാണ്. ഈ സമയം ഗാഥയാണെങ്കിൽ പാമ്പിനെ കണ്ട ആ ഷോക്കിൽ അവിടെ ബോധം പറഞ്ഞു വീഴുവാണ് കേട്ടോ. അതുകൊണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുവാണ് നിർമ്മലയും കീർത്തിയും. അയ്യോ അമ്മേ, പാമ്പ്. മോളെ നീ വാ, വേഗം എണീറ്റ് വാ എന്നും പറഞ്ഞ് അവർ രണ്ടാളും കൂടി അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുവാണ്.
ഈ സമയം പാമ്പാണെങ്കിൽ ഗാഥയുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയത്ത് തന്നെയായിരിക്കും കേട്ടോ സിത്താരം അവിടെ എത്തുന്നത്. അങ്ങനെ ഗാഥക്ക് മുമ്പിൽ നിൽക്കുന്ന പാമ്പിനെ കണ്ട് ഞെട്ടിത്തെറിച്ച് മോളെന്നും വിളിച്ച് അവിടെ എന്ത് ചെയ്യണം എന്നറിയാതെ പരിഭ്രമത്തോടു കൂടി നിൽക്കുവാണ് സിത്താര. ഈ സമയം കൃഷ്ണ അങ്ങോട്ടേക്ക് ഓടി വന്ന് നാഗത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഗാഥയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഭഗവാനെ, ഗാഥ മാഡം ചെയ്തത് വലിയ തെറ്റാണ്. മാഡത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാ. മാഡത്തിനെ ഉപദ്രവിക്കരുത്. മാഡത്തിൻ്റെ ജീവന് പകരം നീ എൻ്റെ ജീവൻ എടുത്തോളൂ എന്ന് പറഞ്ഞ് കൃഷ്ണ കരഞ്ഞ് നാഗത്തിന് മുമ്പിൽ തൊഴിലുകളോടെ നിൽക്കുവാണ്. ഇതെല്ലാം കണ്ട് ടെൻഷനോട് കൂടി അവിടെ നിൽക്കുന്നുണ്ട് സിത്താര. ഈ സമയം നാഗമാണെങ്കിൽ കൃഷ്ണയുടെ ആ പ്രാർത്ഥനയിൽ അവിടെ നിന്നും തിരിച്ചു പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നാഗ അവിടെ നിന്ന് പോയെന്ന് ഉറപ്പാകുമ്പോൾ സിത്താരം അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. അന്നേരം കൃഷ്ണ അവിടെ ഇരിക്കുന്ന പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഗാഥയുടെ മുഖത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഈ സമയം ഗാഥ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ സിത്താര കേട്ടോ കാണുന്നത്. മമ്മി എന്ന് വിളിച്ച് ഗാഥ കരഞ്ഞുകൊണ്ട് സിത്താരയിൽ ചെന്ന് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. മോളെ, എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പം നീ എന്തിനാ പൂജ ചെയ്യാനായിട്ട് ഇവിടെ വന്നത്? അന്നേരം കൃഷ്ണ പറയണേ, ഞാൻ ഗാഥ മാഡത്തോട് ഒത്തിരി തവണ പറഞ്ഞതാ ഈ പൂജ ചെയ്യാൻ വരണ്ടെന്ന്. പക്ഷേ മാഡം ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല. നവീൻ്റെ ഭാര്യയായ ഞാനാ ശരിക്കും ഈ പൂജകളെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വന്നു. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുമെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ എന്ത് ചെയ്യാനാകും മാഡം? ഞാൻ ഒത്തിരി പറഞ്ഞു നോക്കി, പക്ഷേ ഗാഥ മാഡം കേട്ടില്ല. ഗാഥ, എന്തൊക്കെയാ ഇത്? എല്ലാം നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? ഈ സമയം കൃഷ്ണ പറയുന്നുണ്ട്, എന്താണെങ്കിലും മാഡത്തിന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. നിർമ്മല അമ്മായിയും കീർത്തിമൊക്കെ ഇവിടുന്ന് ഓടിച്ചെന്ന് ഗാഥ മാഡത്തിന് സംഭവിച്ച കാര്യം അവരോടൊക്കെ പറഞ്ഞു കാണും. അതറിഞ്ഞ് അവരെല്ലാവരും കൂടി ഓടി വരും. അവർ വന്ന് ഗാഥ മാഡത്തെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകും. അതുകൊണ്ട് എത്രയും വേഗം പൊക്കോളൂ. ഇനി ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യരുതെന്ന് ഗാഥ മാഡത്തോട് പറയണം. എന്താണെങ്കിലും ഞാൻ മരണം ഏറ്റുവാങ്ങാനായിട്ട് ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ടല്ലോ. എത്ര കഠിനമായ പൂജകളാണെങ്കിലും ഞാൻ എൻ്റെ പരമാവധി ഭക്തിയോടുകൂടി തന്നെ എല്ലാം പൂർത്തിയാക്കും. അക്കാര്യത്തിൽ ഗാഥ മാഡത്തിനൊരു സംശയം വേണ്ട. ഈ സമയം സിത്താര ഗാഥയോട് പറയണേ, കുറച്ച് നേരം കൂടി വൈകിയെങ്കിൽ എന്താകുമെന്ന് എനിക്കിപ്പോൾ ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അന്നേരം ഗാഥ പറയണേ, മമ്മി എനിക്കിവിടെ നിൽക്കാൻ പേടിയാവുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം. അങ്ങനെ പറഞ്ഞ് ഗാഥയും കൂട്ടി സിത്താര അവിടെ നിന്നും പോകുവാണ്. ഇതേ സമയം മുത്തശ്ശി നവീനും സുമിത്രയൊക്കെ അവിടെ ഹോളിലിരിക്കുവാണ് കേട്ടോ. അന്നേരം ഇരിക്കും നിർമ്മല കീർത്തിയും കൂടി ഓടിക്കതച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ പറ്റിയത്? അത് കാവിൽ എന്തു പറ്റി? കാവിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാഗം വന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്നു. അയ്യോ, എന്നിട്ട് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു. അന്നേരം നവീൻ ചോദിക്കണേ, എന്നിട്ട് ഗാഥ എവിടെ? അത് പിന്നെ പാമ്പിനെ കണ്ടതും ഗാഥ അവിടെ ബോധം കെട്ട് വീണു. അത് കേട്ട് മുത്തശ്ശി ചോദിക്കണേ, ഗാഥ മോളവിടെ വീണ് കിടക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്നല്ലേ, അല്ലാതെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് ജീവനി കൊതിയില്ലേ? ഇത് കേൾക്കുന്നത് നവീൻ വേഗം തന്നെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുക. അന്നേരം സുമിത്ര ചോദിക്കുക, മോനെ നീ എങ്ങോട്ടേക്ക് പോകുന്നത്? ഗാഥ അവിടെ ബോധം കെട്ട് കിടക്കുവാന്ന് ഇവർ പറഞ്ഞത് കേട്ടില്ലേ? അത് കേട്ടിട്ട് ഞാൻ ഇവിടെ നിൽക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് സമാധാനമായല്ലോ. പൂജാരി പറഞ്ഞിട്ടല്ലേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നിട്ടിപ്പോൾ പൂജാരി എവിടെ? എൻ്റെ ഗാഥക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കില്ല. അങ്ങനെ പറഞ്ഞ് നവീൻ അവിടെ നിന്നും പോകുവാണ്. പിന്നാലെ തന്നെ മുത്തശ്ശിയും സുമിത്രയും ഉദയനും ഒക്കെ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. അന്നേരം കീർത്തി ചോദിക്കുന്നുണ്ട്, അമ്മേ ആ പാമ്പ് ഗാഥയെ കൊത്തിക്കാണോ? അറിയില്ല. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ആ പാമ്പ് അവൾ ലക്ഷ്യം വെച്ച് തന്നെയാണ് വന്നത്. എന്നാണെങ്കിലും നമുക്കും കൂടി അങ്ങോട്ടേക്ക് പോകാം. അവൾ ചത്തിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച നേരിട്ട് കാണാമല്ലോ. അങ്ങനെ പറഞ്ഞ് അവരും അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങനെ എല്ലാവരും കൂടി സർപ്പക്കാവിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച കൃഷ്ണ അവിടെ ഭഗവാന് മുമ്പിൽ ഭക്തിപൂർവ്വം കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. ഈ സമയം ഈ കാഴ്ച കണ്ട് നിർമ്മലയും കീർത്തിയൊക്കെ ആകെ അമ്പരന്നിരിക്കുവാണ്. നിർമ്മല പറയണേ, അല്ല ഇവളിങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു? ഈ സമയം കീർത്തി പറയണേ, അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഇടയിലാണ് ആ കാര്യം അന്വേഷിക്കുന്നത്. ഈ സമയം നവീൻ ഗാഥയെ വിളിക്കാൻ പോകുമ്പോൾ സുമിത്ര തടയണേ, വേണ്ട മോള് പ്രാർത്ഥനയിലാ, തടസ്സപ്പെടുത്തണ്ട. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തിരുമേനി അങ്ങോട്ടേക്ക് എത്തുവാണ്. തിരുമേനി വന്ന് കൃഷ്ണനെ വിളിക്കുക, കുട്ടി കണ്ണു തുറന്നോളൂ, പൂജകൾ ഭംഗിയായി തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചില പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വന്നല്ലേ, സാരമില്ല. ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലെ പരീക്ഷണങ്ങളുണ്ടാകും. അന്നേരം മനസ്സിന് മുഴുവൻ ശക്തിയായിട്ടുള്ള പ്രാർത്ഥന, അതിലൂടെ എല്ലാ കാര്യങ്ങളും അതിജീവിക്കാനായിട്ട് കുട്ടിക്ക് സാധിക്കും. എന്നാൽ പൊക്കോളൂ. അങ്ങനെ സുമിത്ര നവീനും കൂടി ഗാഥയും കൂട്ടി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം നിർമ്മലയും കീർത്തിക്കൊപ്പം പോകുന്നുണ്ട്. അന്നേരം ഉദയനും അവരുടെ ഒപ്പം ഉണ്ടാകും. ആ സമയം നിർമ്മല വീണ്ടും ആലോചിക്കണേ, എന്നാലും അവരുടെ ഡ്രസ്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത് എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് അവരവിടെ നിന്ന് പോകുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി തിരുമേനിയോട് ചോദിക്കണേ, അല്ല തിരുമേനി, ഇന്ന് നാഗം വന്നതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇനിയും ഉണ്ടാകുമോ? അതുണ്ടായേക്കാം, പക്ഷേ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ആ കുട്ടിയുടെ ഭക്തിക്ക് കഴിയും. അതിനെ അതിജീവിക്കാനും ആ കുട്ടിയുടെ അടിയുറച്ച വിശ്വാസവും ഭക്തിയും കൊണ്ട് സാധിക്കും. അക്കാര്യത്തിൽ എനിക്കുറപ്പുണ്ട്.
പിന്നീട് കാണിക്കുന്നത് ഗാഥയും കൂട്ടി വീട്ടിൽ തിരിച്ചെത്തുന്ന സിത്താരേനെയാണ് കേട്ടോ. ഈ സമയം സിനിയാനിക്ക് ടെൻഷനോടുകൂടി അവിടെ നിൽക്കുമായിരിക്കും. അങ്ങനെ അവരെ കാണുന്നതും സിനി ചോദിക്കണേ, എന്താ മാഡം അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഉണ്ടായെന്നോ? ഞാനവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരെല്ലാവരും കൂടി സർപ്പക്കായി പോയിന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ നേരെ അവിടെ ചെന്നു. അവിടെ ചെന്ന് ഞാൻ കണ്ട കാഴ്ച ഗാതമോൾക്ക് മുമ്പിൽ ഒരു സർപ്പം വന്ന് നിൽക്കുന്നതാ. ഇവളാണെങ്കിൽ ആ സർപ്പത്തിനെ കണ്ട് ഭയന്ന് ബോധം കെട്ട് വീണു. അയ്യോ, എന്നിട്ട് എന്താവാൻ? പൂജ ചെയ്യണമെന്നും പറഞ്ഞ് ഇവളാ കൃഷ്ണയെ ആട്ടി ഓടിച്ചതാ. അവള് എന്നിട്ട് കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അവള് ഭഗവാന് മുമ്പിൽ ഇവളുടെ ജീവന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്നേരം ആ നാഗം പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ കൃഷ്ണയ്ക്ക് എന്തൊക്കെ ചില അത്ഭുത ശക്തികളുണ്ടെന്ന്. അതുകൊണ്ടാണ് നീ ഇപ്പോൾ രക്ഷപ്പെട്ട് ജീവനോട് ഇവിടെ നിൽക്കുന്നത്. അതെല്ലാം കേട്ട് ഗാഥക്ക് അങ്ങ് ദേഷ്യം വരുവാ. മമ്മി ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് കൂടുതൽ ഉപദേശത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഗാഥയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്